ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യമായിട്ട് കൃപാസന അൾത്താരിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ യുഎഇയിൽ നിന്ന് വരുന്നു. നാട്ടിലെ ഇടവക പാലാരൂപതയിലാണ്. ഞാൻ ആദ്യമായി ഓൺലൈൻ ഉടമ്പടി എടുത്തത് 30/4/2024 ജീവിതത്തിൽ ഒരുപാട് തകർച്ചകൾ വന്നപ്പോഴാണ് ഞാൻ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് സ്റ്റുഡൻസാണ്. ലാസ്റ്റ് 10 ഇയേഴ്സായിട്ട് ഞാൻ യുഎഇ വർക്ക് ചെയ്യുന്നു. ഒരുപാട് ജോബ് അപ്ലൈ ചെയ്തു. ഒരിക്കലും എനിക്ക് കരിയറിൽ സക്സസ് ആയിട്ടില്ല. എവിടെയെങ്കിലും ജോബ് കിട്ടിയാൽ തന്നെ ഞാൻ അവിടെ ജോബിന് റിസൈൻ ചെയ്ത് 1 മന്ത് നോട്ടീസ് പീരീഡ് ഉണ്ട്. അതിന് ജോബിന് അപ്ലൈ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ അവർ പറയും എന്നാ ജോബ് പോസ്റ്റ്പോൺ ചെയ്തു, വേറെ ജോബ് നോക്കണമെന്ന് പറയും. പിന്നെയും കഷ്ടപ്പാടും ദുരിതങ്ങളും മാത്രമുള്ളായിരുന്നു ജീവിതത്തിൽ. അങ്ങനെ ഫൈനലി എനിക്ക് നല്ലൊരു ജോബ് കിട്ടി. പക്ഷേ അവിടെ ജോയിൻ ചെയ്ത് വിതിൻ 1 മന്തിനുള്ളിൽ അവർ പറഞ്ഞു ജോബ് വേറെ നോക്കണം. എപ്പോഴും ജോബിൽ കരിയറിൽ തകർച്ച മാത്രമുള്ളായിരുന്നു ഞാൻ അനുഭവപ്പെട്ടത്. അങ്ങനെ വിഷമത്താലും ദുഃഖത്താലും തകർച്ചയാലും എല്ലാവരാലും നാണം കേട്ട് തലകുനിച്ചാണ് ഞാൻ നടന്നിരുന്നത്. അപ്പോഴാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന യുഎഇ തന്നെയുള്ളതാണ് ഇവിടെ സാക്ഷ്യം പറഞ്ഞ ഒരു ഫ്രണ്ട് ഓൺലൈൻ ഉടമ്പടി വഴി ഒരുപാട് അനുഗ്രഹം കിട്ടി എന്ന് പറഞ്ഞത്. എനിക്ക് കൃപാസനത്തിലോ ഉടമ്പടിയിലോ എനിക്ക് ഒട്ടും വിശ്വാസമില്ലായിരുന്നു. അതിനുശേഷം ജീവിതത്തിൽ തകർച്ച വന്നപ്പം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്ത് ആ മാസം തന്നെ എനിക്ക് നല്ല ഹൈ സാലറിയോടെ നല്ല പൊസിഷനിലൂടെ യുഎഇയിൽ ജോബ് കിട്ടി. ഇപ്പോൾ ഞാൻ നന്നായി വർക്ക് ചെയ്യുന്നു 5 സ്റ്റാർ ഹോട്ടലിൽ. രണ്ടാമത്തെ നിയോഗം, എനിക്കൊരു നല്ലൊരു വീടില്ലായിരുന്നു. വർഷങ്ങളോളം യുഎഇ വർക്ക് ചെയ്തിട്ടും എനിക്ക് നല്ലൊരു വീട് പണിയാൻ സാധിച്ചില്ല. ഞാനും വൈഫും യുഎഇയിലാണ്. എന്നിട്ടും ഫൈനാൻസിൽ ഒരിക്കലും സക്സസ് ആയിട്ടില്ല. എപ്പോഴും കയ്യിൽ നിന്ന് പൈസ ഇറങ്ങിപ്പോവാണ്. വീടാണെങ്കിൽ മഴ നനയുന്ന ഒരു വീടാണ്. ഞാൻ ഈ ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ജോബ് കിട്ടി, വീട് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം 2 നിലയുള്ള 2258 സ്ക്വയർ ഫീറ്റുള്ള വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തു. മൂന്നാമത്തെ നിയോഗം, എനിക്ക് ഒരുപാട് അപകടങ്ങൾ യുഎഇയിൽ നിന്നും മാതാവ് സംരക്ഷണം നൽകി. പല തവണ ഷെയ്ഖ് സാർ റോഡിൽ വെച്ച് അപകടം ഉണ്ടായിട്ടുണ്ട്. വണ്ടിയുടെ ടയർ പൊട്ടിപ്പോവുക, അതിൽ നിന്നൊക്കെ മാതാവ് ഭയങ്കരമായ സംരക്ഷണം നൽകി. എൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്ന നിയോഗം, ഞാൻ വിശ്വാസമില്ലാത്ത ഒരാളായിരുന്നു. നന്നായി പ്രാർത്ഥിക്കില്ലായിരുന്നു. പള്ളിയിൽ വല്ലകാലത്തെ പോകുള്ളായിരുന്നു. കുമ്പസാരിക്കുന്ന ചിലപ്പോൾ 3 വർഷം കൂടുമ്പോഴായിരുന്നു. ഒരിക്കലും പ്രാർത്ഥനയിലോ വിശ്വാസത്തിലോ ബൈബിൾ വായനയോ ഒന്നുമില്ലായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഡിസോർഡറായ എൻ്റെ ലൈഫ് ഓർഡറായി. ഞാൻ പ്രയർ സ്റ്റാർട്ട് ചെയ്തു. മാതാവ് ജീവിതത്തിൽ അനുഭവപ്പെട്ട വഴി ഒരുപാട് അനുഗ്രഹങ്ങൾ. ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. ജപമാല, കുർബാന 2 ആഴ്ച കൂടുമ്പം സംസാരിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഒരുപാട് ആൾക്കാർക്ക് വചനം സെൻഡ് ചെയ്യുകയും ഒരുപാട് ആൾക്കാരെ ഉടമ്പടി എടുക്കാൻ ഞാൻ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ കാരുണ്യ പ്രവൃത്തിയായിട്ട് എനിക്ക് കിട്ടുന്ന സാലറിയിൽ നിന്നും ഞാൻ ഒരു ഭാഗം പാവങ്ങൾക്ക് ദാനം ചെയ്യുകയും എന്നെപ്പോലെ കഷ്ടപ്പെട്ട് അനുഭവിക്കുന്നവർക്ക് ഞാൻ കൊടുക്കുകയും ചെയ്യും. പിന്നെ താഴെ സാധാ ലോണ്ടറിക്കാർ അങ്ങനെയുള്ളവർക്ക് ഭക്ഷണം, രോഗികൾക്ക് മെഡിസിന്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തു. എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. സങ്കീർത്തനം 74:28 നമ്മൾ പറയുന്നു, എന്നാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം. ദൈവമായ കർത്താവിനെ ഞാൻ അഭയം പ്രാപിച്ചിരിക്കുന്നു. അവിടുത്തെ പ്രവൃത്തികളെ ഞാൻ പ്രഘോഷിക്കും. ബിബിൻ തോമസ് എന്ന മകൻ്റെ മനോഹരമായ സാക്ഷ്യമാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. ബിബിൻ ആകെ ഒരു ഡിസോർഡർ ലൈഫിലൂടെ കടന്നു പോകുമ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചകളിലെ എല്ലാ സമയവും എപ്പോഴും അദ്ദേഹത്തിന് തകർച്ചകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരവസ്ഥയിലാണ് തൻ്റെ ഒരു ഫ്രണ്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിനുണ്ടായ മാറ്റങ്ങളും അദ്ദേഹത്തിനുണ്ടായ ഉന്മേഷവും ഉത്സാഹവും അതിൽ കൂടുതൽ ജീവിതത്തിൻ്റെ ഒരു ഓർഡറും എങ്ങനെയാണെന്ന് ബിബിന് മനസ്സിലായത്. ബിബിൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നു തുടങ്ങി. തൻ്റെ ഫ്രണ്ട്സിൻ്റെ മോശമായ കൂട്ടുകെട്ടിൽ നിന്നൊക്കെ വിടുതലുണ്ടായി. തൻ്റെ ജീവിതത്തിൽ നല്ല ഓർഡർ നൽകി. തനിക്കുണ്ടായ എന്നും അദ്ദേഹം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും, ഇൻ്റർവ്യൂ പാസ്സാവും. പ്രൊബേഷൻ പീരീഡ് കഴിയുമ്പോൾ അവർ റിജക്റ്റ് ചെയ്യും. അങ്ങനെ 10 വർഷത്തോളം തൻ്റെ ജീവിതം, ജോലി, വീടിൻ്റെ അവസ്ഥകളെല്ലാം ആകെ താറുമാറായിരുന്നു. ഉടമ്പടിയിലേക്ക് കടന്നു വന്നപ്പോൾ ആ ജോലി അമ്മ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. പരിശുദ്ധ അമ്മയ്ക്ക് തൻ്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഈശോയിൽ നിന്ന് ലഭിച്ച വലിയ ഒരു അനുഗ്രഹമായിരുന്നു തൻ്റെ ജീവിതത്തിന് ഒരു ഓർഡർ ഉണ്ടാകുക എന്നുള്ളത്.
തൻ്റെ ജീവിതത്തിൻ്റെ ക്രമം തെറ്റിയ താളം തെറ്റിയ അവസ്ഥയിൽ നിന്ന് താളാത്മകമായ ഒരു ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തിയത് പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മ ഈശോയെ കൈപിടിച്ച് നടത്തിയതുപോലെ നമ്മളൊരു പാട്ട് പാടുന്നുണ്ടല്ലോ, എൻ്റെ അമ്മ എൻ്റെ ഈശോയുടെ അമ്മ, എൻ്റെയും ഈശോയുടെയും അമ്മ എന്ന് പാടുന്നത് പോലെ ബിബിനെ കൈപിടിച്ച് നടത്തിയത് പരിശുദ്ധ അമ്മയാണ്. ഇന്ന് പരിശുദ്ധ അമ്മ കൈപിടിച്ച് നടത്തി വളരെ ഉയരങ്ങളിലാണ് ഇദ്ദേഹത്തെ കൊണ്ടെത്തിച്ച് നിർത്തിയിരിക്കുന്നത്. ഒരു വലിയ 5 സ്റ്റാർ ഹോട്ടലിന് സൂപ്പർവൈസറായി വളരെ ഉയർന്ന സാലറി നൽകി ഈ മകനെ അനുഗ്രഹിച്ചു. അതോടെ ഒരു നല്ലൊരു വീട് നൽകി. തനിക്ക് സമൂഹത്തിലുണ്ടായിരുന്ന എല്ലാ നാണക്കേടുകളും എല്ലാ ചീത്ത കൂട്ടുകെട്ടുകളും മാറി ഇന്ന് വളരെ വിശുദ്ധിയുള്ളൊരു ജീവിതം നയിക്കുന്നു. ഞാൻ യാത്ര ചെയ്യുമ്പോൾ പരിശുദ്ധ അമ്മയോടുകൂടിയാണ് യാത്ര ചെയ്യുന്നത്. ജപമാല എൻ്റെ ഒരു രാഗതാളമായി ഇന്ന് മാറിയിരിക്കുകയാണ്. എൻ്റെ എല്ലാ പ്രാർത്ഥനകളും ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് നൽകുന്നു. എൻ്റെ ചുറ്റും കാണുന്ന ആളുകളെയെല്ലാം കണ്ണു തുറന്ന് കാണാൻ എനിക്ക് സാധിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള എൻ്റെ യാചനകൾ മുകളിലേക്ക് ഉയരുകയാണ്. എൻ്റെ കാരുണ്യപ്രവൃത്തികളിലെല്ലാം മറ്റുള്ളവർ തെളിഞ്ഞു നിൽക്കുന്നു. എനിക്ക് പാവപ്പെട്ടവരെ കാണുവാൻ ഇന്ന് കണ്ണു തുറക്കുന്ന ഒരവസ്ഥയാണ്. ഞാൻ ബൈബിൾ കംപ്ലീറ്റ് വായിച്ചു തീർത്തു. ഇന്ന് കുർബാന എനിക്കൊരാഘോഷമാണ്. അല്ലെങ്കിൽ ഞാൻ 3 വർഷത്തിലൊരിക്കലാണ് എനിക്ക് ഒരു നെയിംസേക്ക് കുമ്പസാരമായിരുന്നു. ഇന്ന് അതെല്ലാം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി എന്ന് ബിബിൻ ഏറ്റു പറയുന്നു. തൻ്റെ ബന്ധുക്കളും സ്വന്തക്കാരും കൂട്ടുകാരും ഇന്ന് എല്ലാവരെയും യേശുവിലേക്ക് എത്തിക്കുന്ന, യേശുവിലേക്ക് കൂട്ടിച്ചേർക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഇന്ന് പരിശുദ്ധ അമ്മയുമായി ഉടമ്പടിയിലൂടെ ഉണ്ടായിരിക്കുന്നത്. പരിശുദ്ധ അമ്മയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി തനിക്ക് ലഭിക്കുന്നു, ഈശോ പ്രദാനം ചെയ്യുന്നു എന്നാണ് ബിബിൻ സാക്ഷ്യപ്പെടുത്തുന്നത്. ബിബിൻ്റെ മുന്നോട്ടുള്ള ജീവിതവും ഈ താളാത്മകമായ ജീവിതം സന്തോഷകരമായിരിക്കട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിറഞ്ഞതാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ബിബിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ബന്ധുക്കൾക്കും സഹോദരങ്ങൾക്കും മിത്രങ്ങൾക്കുമെല്ലാം അവരുടെ അനുഗ്രഹങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ആഗ്രഹങ്ങൾക്കുമെല്ലാം ഉത്തരം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ ഈശോയെ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും വലിയൊരു കയ്യടി നൽകി നമുക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.